നാം മുമ്പ് ചെയ്ത ഗൂഗിളിൻ്റെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് മാത്രം മതിയായിരുന്നു. എന്നാൽ ഇനി തുടർന്നുള്ള വർക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജിമെയിൽ അക്കൗണ്ടും അതോടൊപ്പം തന്നെ അലർട്ട് പേയു അതുപോലെ തന്നെ പേപ്പാൽ അക്കൗണ്ട് അതിലേതെങ്കിലും ഒന്ന് വേണ്ടതുണ്ട്. അപ്പോൾ അലർട്ട് പേ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ alertpay.com എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ പേപ്പാൽ അക്കൗണ്ട് വേണമെങ്കിൽ paypal.com അതിൽ കയറിക്കൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ പാൻ കാർഡും അതുപോലെ ATM കാർഡും നിർബന്ധമായിട്ടുണ്ട്. അതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് പേപ്പാൽ അക്കൗണ്ടും അലർട്ട് പേ അക്കൗണ്ടും എടുക്കാൻ സാധിക്കുക. അതുവഴി മാത്രമേ നമുക്ക് ഇത്തരം വർക്കുകൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം വർക്കുകൾ ചെയ്യുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലെ ആദ്യത്തെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന സൈറ്റിൻ്റെ പേരാണ് shorttask shorttask.com. ഈ സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ സൈറ്റ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ സൈൻ ഇൻ ആസ് എ സോൾവർ ഈ ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരം സൈറ്റുകളെല്ലാം തന്നെ ഫ്രീ സൈറ്റുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. മാത്രവുമല്ല അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലൊന്നും തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ വന്നാൽ കമ്പനിയുടെ സെർവർ ബ്ലോക്ക് ആവുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഒരിക്കൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതുകൊണ്ട് മറ്റാരെങ്കിലും സൈറ്റിൽ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് നമ്മൾ ഇവിടെ മാത്രമാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതുള്ളൂ, സൈൻ ആസ് എ സോൾവർ. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മളിവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ലിങ്കിലാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേരെന്താണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പേര് ഈ രീതിയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൽ ID ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ മെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം റീ എൻ്റർ യുവർ ഇമെയിൽ ID. ഇവിടെ നമ്മളിവിടെ ഈ രീതിയിൽ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്വേഡ് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. ഇവിടെ ഐ അഗ്രി ഫോളോയിങ് എന്നുള്ള ഈ ചെക്ക് ബോക്സിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സ് എന്താണോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് എന്താണെങ്കിലും നമ്മൾ ആ രീതിയിൽ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റേറ്റ് നമ്മൾ ഔട്ട്സൈഡ് USA എന്നുള്ളതിലാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ USA പുറത്തുള്ള ആളുകളാണ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സിപ്പ് കോഡാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണോ നമ്മുടെ സിപ്പ് കോഡ് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൺട്രിയാണ്. കൺട്രി നമുക്ക് നമ്മുടെ ഇന്ത്യ എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ എത്രയാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൽ ID കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്നുള്ളിടത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിന് ആൻസറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ പ്രൈവസി നോട്ടീസും യൂസർ അഗ്രിമെൻ്റ് എല്ലാം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് വരിക. അതിനുശേഷം ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫിക്കേഷനായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങളുടെ മെയിൽ ID വരും. ആ മെയിൽ ID വരുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയി. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മുടെ വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ സൈറ്റിനകത്തേക്ക് സൈൻ ഇൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് സൈറ്റ് കാണാനായിട്ട് സാധിക്കുക. കറണ്ട് ബാലൻസ് 0 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് കാണാം. ശേഷം ഇവിടെ നമ്മുടെ യുവർ അക്കൗണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ
അതിനകത്ത് നിങ്ങൾ എത്രത്തോളം വർക്ക് ടാസ്ക് അറ്റൻഡ് ചെയ്തു, അതിനകത്ത് എത്രത്തോളം തെറ്റ് വരുത്തി, അതിനകത്ത് പെൻഡിങ്ങിൽ ഇനി എത്ര റിസൾട്ട് വരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാം. ഇപ്പം നമുക്ക് അവൈലബിൾ ടു യു, നിങ്ങൾക്ക് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇനി നമ്മുടെ വർക്കുകൾ അറിയണമെങ്കിൽ നമുക്ക് ഓൾ ടാസ്ക് എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ശേഷം ഈ വർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വ്യൂ ടാസ്ക് ഇൻ ദിസ് ഗ്രൂപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലായ വർക്കാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. കാരണം ഫ്രീ സൈറ്റാണ്, എത്ര രജിസ്ട്രേഷന് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ തെറ്റുവരുത്തുന്ന ആളുകളെ കമ്പനി സസ്പെൻഡ് ചെയ്ത് കളയും. അതുവരെ ചെയ്ത പൈസയൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന വർക്കുകൾ മാത്രം ചെയ്യാം. ഇത് വായിച്ചു നോക്കിയതിന് ശേഷം മനസ്സിലായെങ്കിൽ മാത്രം ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ബട്ടൺ ഓൺ ആയിട്ടുണ്ടായിരിക്കും. സബ്മിറ്റ് ബട്ടൺ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഈ സൈറ്റിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റഡ് ആയി നമ്മൾ എഴുന്നേറ്റ് പോകാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തു പോകാനായിട്ട് പാടുള്ളൂ. സൈൻ ഔട്ട് ചെയ്യാതെ പുറത്തു പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുന്ന ആളുകളെ കമ്പനി സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തു പോകാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന വർക്കാണ്. അതിനായിട്ട് നമ്മൾക്ക് കൊടുക്കേണ്ട സൈറ്റിൻ്റെ പേരാണ് protypers.com. ഈ സൈറ്റിലേക്ക് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ സൈനപ്പ് എന്ന് പറയുന്ന ലിങ്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, നിങ്ങൾക്ക് താല്പര്യമുള്ള പാസ്വേഡ് എന്താണോ അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പേരെന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഏത് രീതിയിലുള്ള പേയ്മെൻറ്റ് മെത്തേഡാണോ വേണ്ടത്, നമുക്കിവിടെ പേയ്പാൽ എന്ന് പറയുന്ന ഈ പേയ്മെൻറ്റ് മെത്തേഡ് വേണമെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഇതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ പേയ്പാൽ മെയിൽ ഐ ഡി എന്താണോ അതിവിടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഇമെയിൽ ഓൾറെഡി യൂസ്ഡ് എന്നാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് വേണം കയറാനായിട്ട്. ഈ രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. ഈ വിൻഡോയ്ക്കകത്ത് നമ്മൾ ട്യൂട്ടോറിയൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ചെയ്ത് നോക്കണം. ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് വർക്ക് എന്ന് പറയുന്ന ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ക്യാപ്ച വരുന്നുണ്ട്. ഈ ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഒരു ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് മനസ്സിലായില്ല, എന്താണെന്നുള്ളത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് നോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതും മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അടുത്തതായിട്ട് വരും. മനസ്സിലാവുന്നത് മാത്രം ചെയ്താൽ മതി. PJFSPE ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് പോസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് നമ്മുടെ 2 വർക്കാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. 2 എണ്ണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, 3 എണ്ണം നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, ഇൻകറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, 5 എണ്ണമാണ് ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള വർക്ക്. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷമാണ് ഇവിടെ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. 1000 ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 1000 ഇമേജ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് $0.75 ഏകദേശം ഒരു 60 വേർഡൊക്കെ ഒരു മണിക്കൂറിൽ ടൈപ്പ് ചെയ്യുന്ന
വ്യക്തികളാണെങ്കിൽ, ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടാക്കാവുന്ന ഒരു സൈറ്റാണ്. ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ പേപ്പാൽ അക്കൗണ്ടും അതുപോലെ ബാങ്ക് അക്കൗണ്ടൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ആൻഡ് പേയ്മെൻറ്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ കണ്ടു. $0.0015 ഇപ്പോൾ ഓൾറെഡി ഈ സമയം കൊണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്തെടുത്ത് ഇപ്പോഴത്തെ റേറ്റിംഗ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡൊന്നും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. പേയ്മെൻറ്റ് മെത്തേഡൊക്കെ നിങ്ങൾ പിന്നീട് നമ്മൾ ഇതിൻ്റെ കൂടെ ആയിട്ട് എമൗണ്ട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഓരോ വർക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാ ലിങ്കുകളും നമ്മൾ ഈ രീതിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ മുറയായിട്ട് നമ്മളുടെ പേയ്മെൻറ്റിനുള്ള മെത്തേഡ്സൊക്കെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിലാണ് ഈ സൈറ്റിലേക്കുള്ള വർക്കുകൾ നമുക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ സൈറ്റിൽ നിന്നും ഇതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തു പോകാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് വരുന്ന അടുത്ത സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ഉള്ള ഒരു സൈറ്റാണ് microworkers.com. ഈ സൈറ്റിൽ നമ്മൾ ഈ രീതിയിലാണ് സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് രജിസ്റ്റർ ഫോർ ഫ്രീ ഈ പറയുന്ന ലിങ്കിൽ നാം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ നെയിമാണ് ആദ്യം ചോദിക്കുന്നത്. നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പാസ്വേഡ്, നമുക്ക് താല്പര്യമുള്ള പാസ്വേഡ്, ഓർമ്മയിൽ നിൽക്കുന്ന പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ രാജ്യമാണ് ഏതാണെന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു. അക്കൗണ്ട് ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ മെയിൽ ID, നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ID എന്താണോ അതിലേക്ക് നമുക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. തുടർന്ന് നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറി നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനകത്തും എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ അതാത് സൈറ്റുകളിലുള്ള ലിങ്ക്, ഹെൽപ്പ് ലിങ്കിലോ അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ടേഴ്സ്, ഈ പറയുന്ന കോണ്ടാക്ടേഴ്സിലോ പോയി നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താവുന്നതാണ്. കാരണം ഇത്തരം വർക്കുകളെല്ലാം ഫ്രീ ആയിട്ടാണ്, ജെന്യൂൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനികൾ, ഈ നമ്മൾ പറഞ്ഞ കമ്പനികളെല്ലാം തന്നെ, ഗൂഗിൾ അടക്കമുള്ള കമ്പനികളെല്ലാം തന്നെ ഇതിന് യാതൊരു രീതിയിലുള്ള ഏജൻസികളെയും ഏർപ്പാടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഏതാണോ ആ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ് കമ്പനിക്ക് കൃത്യമായിട്ട് കിട്ടും. ആ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ കോണ്ടാക്ടേഴ്സിലോ ഹെൽപ്പേഴ്സിലോ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതും അതിനകത്തു നിന്നും വ്യക്തമായി തന്നെ നിങ്ങൾക്ക് കമ്പനി അത് മറുപടി തരുന്നതായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 4 സൈറ്റുകളിലും വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു രീതിയിലുള്ള ഡെപ്പോസിറ്റുകളോ മറ്റൊന്നും തന്നെ ഈ സൈറ്റുകളിലൊന്നും തന്നെ ചോദിക്കുന്നില്ല. അവരുടെ രജിസ്ട്രേഷൻ ഫീസും ഒന്നും തന്നെ ഇല്ല. നമുക്ക് വിത്ഡ്രോൾ ചെയ്യുമ്പോൾ വിത്ഡ്രോൾ ചാർജ്, ബാങ്കിങ്ങിന് ആവശ്യമുള്ള വിത്ഡ്രോൾ ചാർജ് മാത്രമാണ് അവർ ഈടാക്കുന്നുള്ളൂ. ഈ രീതിയിൽ നമുക്ക് വളരെ വേഗത്തിൽ നല്ല രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. നല്ല രീതിയിലുള്ള ഒരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.